It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്ലീസ് ഡോണ്ട് ഡിസ്ട്രോയ് ദ ട്രഷർ ഓഫ് ഫോഗി മൗണ്ടൻ എന്നൊരു കിഡിലൻ ട്രഷർ ഹണ്ടിങ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫ്രഞ്ച് എക്സ്പ്ലോററിന് 100 കോടി രൂപ വിലമതിക്കുന്ന ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു ഗോൾഡ് ഉരുക്കിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന്റെ രൂപത്തിലുള്ള ഒരു പ്രതിമ അത് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് വലിയൊരു നിധിയായിട്ട് കാടിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു വെക്കുകയാണ്. മരിക്കുന്നതിന് മുന്നേ ഈ ഒരു ഗുഹയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു മാപ്പും അതുപോലെ തന്നെ ഒരു കോമ്പസും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ടിട്ടുള്ള ഒരുപാട് കഴിവുള്ള ഒരു എക്സ്പ്ലോററിന് മാത്രമേ ഈ നിധി കിട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോമ്പസ് അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിൽ ഒഴുക്കുകയാണ്. ഈ കോമ്പസ് കയ്യിലുണ്ടെങ്കിലേ ആ ഒരു ഗുഹ തുറക്കാനായിട്ട് കഴിയുള്ളൂ. ഏകദേശം 100-110 വർഷം ആ ഒരു കോമ്പസ് ഈ നദിയിൽ തന്നെ കിടക്കുകയാണ്. ഇപ്പോ സമ്മർ വെക്കേഷൻ ആയിട്ട് അവരുടെ ഫാമിലിയുടെ കൂടെ ടൂർ വന്നിട്ടുണ്ടായിരുന്ന 3 പിള്ളേർക്ക് ഈ ഒരു കോമ്പസ് കിട്ടുകയാണ്. ഇങ്ങനെ ഒരു വോയിസ് ഓവറിലാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ഇപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളർന്ന് വലുതായിട്ടുണ്ട്. ഈ കോമ്പസ് വെച്ചിട്ട് അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കോമ്പസിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊന്നും അറിയാതെ തന്നെയാണ് അവർ ആ ഒരു കോമ്പസ് ഇത്രയും കാലം അവരുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോ ഈ ഒരു 3 പേരും കൂടിയിട്ട് ഒരു വീട് എടുത്തിട്ട് ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇരിക്കൊണ്ടിരിക്കുന്നില്ലേ, ഇവന്റെ പേര് ജോൺ എന്നാണ്. ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ, അവന്റെ പേര് മാർട്ടിൻ എന്നാണ്. അടുത്തവന്റെ പേര് ബെൻ എന്നാണ്. ആ ഫ്രഞ്ച് എക്സ്പ്ലോറർ വിചാരിച്ചതുപോലെ ഇവര് ഭയങ്കര ധൈര്യശാലികളോ അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരോ അല്ലായിരുന്നു. നല്ല പേടിത്തൊണ്ടന്മാരും അതുപോലെ തന്നെ നല്ല രീതിക്ക് മടിയുള്ള ആൾക്കാരുമാണ് ഇവര്. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ചുമരിലെറിഞ്ഞ് ഉടക്കുകയാണ്. ഇപ്പൊ കയ്യിൽ കിട്ടിയ വേറെ എന്തൊക്കെയോ വാരി വലിച്ച് നിന്നിട്ട് വേഗം ജോലിക്കായിട്ട് ഇറങ്ങി പോവാണ്. എന്നാൽ കാറിൽ കയറിയിട്ട് അത് സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാർ സ്റ്റാർട്ടാവുന്നേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബെന്ന് അവരുടെ ആ ഒരു സ്കേറ്റിംഗ് ഷൂ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ ആഘോഷമായിട്ട് ആ ഒരു സ്കേറ്റിംഗ് ഷൂ വെച്ചിട്ട് തന്നെ ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു ഷോപ്പിലേക്ക് പോവാണ്. ഇങ്ങനെ ഇവർ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന ചെറിയ പയ്യന്മാര് ഇവന്മാരെ വിരട്ടിയിട്ട് കുറച്ച് ബീറൊക്കെ വാങ്ങി തരുമെന്ന് ചോദിക്കുകയാണ്. വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഇവന്മാര് അത് വാങ്ങിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ 2 വയസ്സായിട്ടുള്ള കപ്പിൾസ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ നേരെ ഇപ്പൊ അവരുടെ മേത്തേക്ക് എന്ന് കയറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവർ ആ ഒരു ഷോപ്പിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ലേറ്റ് ആയി വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് 3 പേരില് ബെൻ എന്ന് പറഞ്ഞ ഒരുത്തനല്ലേ, അവന്റെ അച്ഛനാണ് ഈ ഒരു കട നടത്തുന്നത്. ഇവന്മാരങ്ങനെ ലേറ്റ് ആയിട്ട് കയറി വന്ന സമയത്ത് തന്നെ നേരെ ബെന്നിന്റെ അച്ഛന്റെ മുന്നിലാണ് പോയി ചാടിയത്. ഇപ്പൊ ബെന്നിനെ ഒഴിച്ചിട്ട് ബാക്കി 2 പേരെയും അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് അയാള്. ഇപ്പൊ ബെന്നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ ഇവന്മാരുടെ കൂടെ ഇങ്ങനെ അലമ്പ് കളിച്ച് നടക്കരുന്ന്. കടയിലേക്ക് വരുന്ന സമയമാണോ അത്, നീ ഇവരുടെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അണ്ണന്മാര് ജോലി ചെയ്യുന്നതിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിൽ കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ വളർത്തുന്നുണ്ടായിരുന്ന ആ ഒരു ആമയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, പിന്നെ ഒരുപാട് ലാത്തി അടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇവിടേക്ക് വരുന്നത് തന്നെ. അതല്ലാതെ ജോലി ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോ അവിടേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു ലേഡി നമ്മുടെ മാർട്ടിനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ക്രിസ്ത്യനായിട്ട് മാറിയത്, നിന്റെ കഴുത്തിൽ എന്താ ഒരു കുരിശൊക്കെ കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ എന്റെ പുതിയ ഗേൾ ഫ്രണ്ട് തന്നാണ് ഈ ഒരു കുരിശുമാല, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മതം വരെ മാറാൻ തയ്യാറാണെന്ന് ഇവൻ പറയാണ്. ഇപ്പൊ നമ്മൾ ബെന്നിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വിസിൽ എടുത്തിട്ട് നമ്മുടെ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഈ വിസിലിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഊതി കാണിക്കുകയാണ്. ഇവനിപ്പോ ഈ ഒരു വിസിൽ ഊതിയ സമയത്ത് തന്നെ ജുറാസിക് പാർക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡൈനോസറുകളൊക്കെ കിടന്ന് അലറൂലേ, അതേപോലത്തെ ഒരു ശബ്ദം പുറത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കസ്റ്റമേഴ്സും തന്നെ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. അവരെല്ലാരും നമ്മുടെ ബെന്നിനെ അങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ബെന്നാണെന്നുണ്ടെങ്കിൽ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിസിൽ ഇപ്പോ പോക്കറ്റിൽ വെച്ചിട്ട് നൈസായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോ വീക്കെൻഡ് ആയിട്ടുണ്ട്, വരുന്ന 2 ദിവസം ഇവർക്ക് ഓഫാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാരും ഈ ഒരു ഷോപ്പൊക്കെ പൂട്ടിയിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ജോണിപ്പോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള സൂട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് മക്കളെ, വീക്കെൻഡ് അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ നമ്മുടെ ബെന്നിനാണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛന്റെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട്. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നെ കൊലവിളിക്കുന്നു പറയാണ്. ഇപ്പൊ മാർട്ടിൻ പറയാണ്, എനിക്ക് പിന്നെ എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകണം, സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്, അപ്പൊ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും അവിടെ നിന്ന് പോവാണ്. ഇവർക്ക് 2 പേർക്കും ഇപ്പൊ ചെറുതായിട്ട് ഓരോരോ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ അങ്ങനെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. ആ പോകുന്നവരൊക്കെ പോടാന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ ആ ഒരു സൂട്ടുമായിട്ട് ആ ഒരു ഫാൻ റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അടിയിൽ നിന്നും വലിയ ഫാൻസ് ഒക്കെ
ഒക്കെ വെച്ചിട്ട് മേലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് കാറ്റടിക്കും. അപ്പോ ഈ ഒരു സൂട്ട് ഇട്ടിട്ട് അവിടെ ട്രെയിനിങ് എടുക്കാനായിട്ട് പറ്റും. അവനിപ്പോ സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് ബിയറൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ജോൺ കണ്ണടച്ചിട്ട് അവന്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പകാലത്തില് ഇവന്റെ സ്കൂളില് ജോൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേമസ് ആയിരുന്നു. സ്കൂളിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ അവൻ മാജിക് ഷോ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരും ഇവന്റെ ഫാൻ ആയിരുന്നു. എന്നാൽ ഒരു ദിവസം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ ട്രൗസറിൽ തീ പിടിക്കുകയാണ്. ഇപ്പൊ ട്രൗസർ കത്തിപ്പോയതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിലുള്ള മുഴുവൻ പേരും ഇവനെ കണ്ട് കളിയാക്കി ചിരിക്കുകയാണ്. അതോടെ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ഒക്കെ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമഡി പീസ് ആവാണ്. അവനിപ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ വളരെ ശോകമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർട്ടിനും ബെന്നും കൂടിയിട്ട് ഇവന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇവരെല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവർ ഫോഗി മൗണ്ടനിലേക്ക് വെക്കേഷൻ ആയിട്ട് പോകുന്നത്. ആ ഒരു പോക്കിലാണ് ഇവർക്ക് ആ ഒരു കോമ്പസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ നമ്മുടെ മാർട്ടിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമിയെ കാണിക്കുകയാണ്. മാർട്ടിനെ നിർബന്ധിച്ചിട്ട് അവന്റെ ആ ഒരു മതമൊക്കെ മാറ്റി മുഴുവനായിട്ട് ക്രിസ്ത്യൻ ആക്കാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് മാർട്ടിനുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ റിഹേഴ്സലൊക്കെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോ. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു വീട് വാങ്ങി നമുക്ക് സെറ്റിൽ ആവാന്ന് പറഞ്ഞിട്ട് എമി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റിൽ ഒരു വീട് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതിന് നല്ല രീതിയിലുള്ള പൈസ ആവുന്നുണ്ട്. ഈ വീട് കാണാനായിട്ട് ഒരു ഫീൽ ഇല്ല, കുറച്ചും കൂടി ഫീലുള്ള ഒരു വീട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ മാറ്റിയിട്ട് ഒരു വില കുറഞ്ഞ വീട് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വീട് കണ്ടപ്പോ തന്നെ എമിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്തോന്നട ഇത് ബാർഗവി നിലയം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബെന്നിനെ കാണിക്കുന്നുണ്ട്. ബെന്ന് അവന്റെ അച്ഛന്റെ കൂടെ ആ ഒരു മീറ്റിംഗിന് വന്നതാണ്. ബെന്നിനെ ഒറ്റയ്ക്ക് നടത്തുന്നതിനായിട്ട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാന്നാണ് അവന്റെ അച്ഛനെ പോയി വിചാരിക്കുന്നത്. അതിനാണ് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ബെന്നിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ പിള്ളേരുടെ മുടിയൊക്കെ വെട്ടി കളർ ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഹെയർ സലൂൺ വെക്കണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രൊജക്ടും കാര്യങ്ങളൊക്കെ അവൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ബെന്നിപ്പോ അവന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവന്റെ അച്ഛന് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇത് എന്തോന്നറേ ഇങ്ങനത്തെ കൂർ ഐഡിയയും കൊണ്ട് നീ എന്റെ അടുത്തേക്ക് വന്നേക്കാണോ? മര്യാദയ്ക്ക് പോയിട്ട് നല്ല വൃത്തിയുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് വാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ വീട്ടില് ഭയങ്കര ബോറടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഫോണിൽ ആ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവർ ചെറുപ്പത്തിൽ ആ ഒരു കോമ്പസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോഴും ഇവരുടെ കയ്യിലാണുള്ളത്. അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ലേഡി ആ ഒരു ഫോഗി മൗണ്ടനിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ട്രഷറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു ട്രഷർ തെരഞ്ഞിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ആർക്കും ഇന്ന് വരെ ആ ഒരു നിധി കിട്ടിയിട്ടില്ല. ഡിച്ച് എന്ന പേരുള്ള ഒരുത്തൻ 12 വർഷം മുന്നേ ആ ഒരു നിധി തെരഞ്ഞിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. വെറുതെ ഒരു മാപ്പുമായിട്ട് ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ആ നിധി കിട്ടാനായിട്ട് പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒരു കീ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കീ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിധി എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ അവളിപ്പോ പറയാണ്. ഈ നിധിയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $100 മില്യൺ ആണ്. ആ നിധി എടുക്കാനായിട്ടുള്ള കീ നിങ്ങൾക്ക് പോലും അറിയാതെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അടുത്ത റീലിലേക്ക് ഇപ്പൊ സ്വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഒരു ചർച്ചാണ് കാണിക്കുന്നത്. മാർട്ടിനെ ക്രിസ്ത്യനാക്കി മാറ്റാനുള്ള ചടങ്ങൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോണും പെണ്ണും കൂടിയിട്ട് ഇവൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. എമിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോണിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരു നിഷ്കളങ്കനായിട്ടുള്ള മരുമോനെയാണ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാണ് അവനാണോ നിഷ്കളങ്കനായിട്ടുള്ള ആള്? അവനെങ്ങാനും വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അവന്റെ പോലും പറയാൻ പറ്റൂല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവർ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയുടെ വീഡിയോ ഇപ്പോ അവന്റെ മദറിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വെള്ളം അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു 100 പേര് വന്നിട്ടുണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് എന്നിട്ട് എല്ലാത്തിനും അടിച്ചിടും. ആള് ഭയങ്കര ഡേഞ്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ അവൻ ക്രിസ്ത്യൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കുള്ള ഒരു ക്രിസ്ത്യൻ ഒരിക്കലും മദ്യം കഴിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമൊന്നും പേടിക്കേണ്ടെന്ന് അവർ പറയാണ്. അവൻ ബാക്കിയുള്ള കാര്യത്തിലും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള ഒരു ട്രഷർ ആണെന്ന് പറയാണ്. എന്നാൽ ഈ ഒരു ട്രഷർ എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോൾ തന്നെ ജോണിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ലെഡ് പൊട്ടുന്നുണ്ട്. അവനിപ്പോ പല കാര്യങ്ങളും അങ്ങനെ ആലോചിക്കുകയാണ്. ഒരു റീൽസിൽ അവൻ ആ ഒരു ട്രഷറിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ അവനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ചെറുപ്പത്തിൽ ആ കോമ്പസ് കിട്ടിയത് ഫോഗി മൗണ്ടനിൽ വെച്ചിട്ടായിരുന്നല്ലോ. ഇനി ഈ ഒരു കോമ്പസ് ആണോ ആ ഒരു ട്രഷറിലേക്കുള്ള കീന്ന് അവനിപ്പോ ആലോചിക്കുകയാണ്. ഇപ്പൊ അവൻ ചാടി ഇടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മേശയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് ആ ഒരു ചർച്ചിന്ന് ആരോടും ഒന്നും പറയാതെ ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി രണ്ടുപേരും റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജോൺ വന്നിട്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുന്നേ ഡിച്ച് എന്ന പേരുള്ള ഒരാള് ഈ ഒരു ട്രഷർ തേടിയിട്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അയാളെ കാണാതായിട്ടുണ്ട്. ഡിച്ചിന്റെ ആ ഒരു ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവന് ആ ഒരു ട്രഷർ കിട്ടിയിട്ടില്ല. ഇവനെന്നല്ല ട്രഷർ തെരഞ്ഞു പോയിട്ടില്ല ആർക്കും തന്നെ ആ ഒരു നിധി കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു കോമ്പസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു മാപ്പും ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഫോഗി മൗണ്ടന്റെ ആ ഒരു മാപ്പ് എടുക്കുകയാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കോമ്പസിന്റെ ബാക്കിലുള്ള മാപ്പും ആ ഒരു മാപ്പും തമ്മിൽ അവിടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് അവിടെ മാച്ച് ആവുകയാണ്. ഇപ്പോ അതിൽ ഒഴുകി പോകുന്ന റിവറുകൾ ആ ഒരു മാപ്പിലും അതുപോലെ തന്നെ ഈ ഒരു കോമ്പസിന്റെ ബാക്കിലുണ്ടായിരുന്ന മാപ്പിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ ആ ഒരു രണ്ട് കാര്യങ്ങളൊക്കെ ഒത്തു നോക്കിയിട്ട് ഇതിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഗുഹ പോലെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ലൊക്കേഷൻ എവിടെയാന്നുള്ളത് റിയൽ ആയിട്ടുള്ള മാപ്പിൽ ഇവർ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാണ്. ജോൺ ഇപ്പൊ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ട്രഷർ ഈ ഗുഹയ്ക്കുള്ളിലായിരിക്കും ഉണ്ടാവാന്ന്. അങ്ങനെ ഇവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഒരു കാറും വാടകയ്ക്ക്
എടുത്തിട്ട് ആ ഒരു ഫോഗി മൗണ്ടനിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കിട്ടാൻ പോകുന്ന ആ ഒരു 100 മില്യനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈസിൽ ഒരുപാട് ദൂരം അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ഫോഗി മൗണ്ടൻ എന്ന് പറയുന്നത് ഒരുപാട് ഉയരത്തിലാണ്. ഇപ്പൊ നമ്മുടെ ചെക്കന്മാര് ആ ഒരു കാട്ടിലേക്ക് ട്രക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ 2 ഗൈഡുകളെ കാണിക്കുകയാണ്. ഈ കണ്ണട വെച്ചിട്ടുള്ള ഇവളുടെ പേരാണ് ലിസ, മറ്റേയാളുടെ പേര് ടൈലർ എന്നാണ്. ഇപ്പൊ അവര് ട്രക്കിങ്ങിനായിട്ട് കുറച്ചുപേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജോണും അവന്റെ ടീമും ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ജോണും ലിസയും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. ഈ ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടുപേരുടെയും ഇടയിൽ ഇപ്പൊ ഒരു ക്രഷ് വരികയാണ്. ലിസയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോണിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജോൺ ഇപ്പോ ലിസയോട് ഭയങ്കരമായിട്ട് കമ്പനിയുമാണ്. അവളുടെ അടുത്ത് ഇവരെന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ സംസാരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള ഈ ഒരു മാപ്പില് ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ലേ, കൃത്യമായിട്ട് അവിടെയാണ് ഫോഗി മൗണ്ടന്റെ ആ ഒരു ട്രഷർ ഉണ്ടാവുക. അത് തെരഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയാണ്. ഇവനിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങളും ലിസേനോട് അവിടെ വെച്ച് പറയുന്നുണ്ട് ആശാൻ. ഇപ്പൊ അതേ സ്ഥലത്തേക്ക് തന്നെ മാർട്ടിനും മെന്നും കൂടി വരുന്നുണ്ട്. എന്നാ നമുക്ക് പോയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോ അവിടുന്ന് ആ ഒരു പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ചുറ്റി കാണുന്ന രീതിയിൽ ആ ഒരു ടൂറിസ്റ്റിന്റെ കൂടെ തന്നെ അവർ പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ അകത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേര് ഇപ്പൊ ആ ഒരു ബോർഡും താണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ആ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ലിസയും അതുപോലെ തന്നെ മറ്റേ ആ ഒരു ലേഡിയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ജോൺ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ലിസ അവരോട് പറയാണ്. എന്ത് മാപ്പിൽ അവർ ആ ഒരു ട്രഷർ ഇരിക്കുന്ന ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടെന്നോ? ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു വലിയ ട്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റണമെന്ന് ടൈലർ ഇപ്പൊ പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാട്ടിക്കൂടെ ഇറങ്ങി നടന്നിട്ട് കുറെ ദൂരം മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സീനില് ആ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് ബെൻ ഒരു വിസിൽ ഊതുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവൻ പോക്കറ്റിൽ നിന്ന് കയ്യിലെടുക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ ഇത് എന്തിനാണ് എവിടേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. കാടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഊതണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ടാണ് ഈ ഒരു വിസിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വിസിൽ ഇപ്പൊ ഊതുകയാണ്. എന്നാൽ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഒരു പരുന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോ 3 പേരും ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഈ ഒരു പരുന്താണെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണ്ണിലേക്ക് ഇവർ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 3 പേർക്കും എന്തോ രീതിയിലുള്ള ചെറിയ പേടി ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ നൈസായിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോ ഈ ഒരു പരുന്ത് പറന്നൊന്നും പോവാണ്ട് ഭയങ്കര സ്റ്റൈലായിട്ട് അങ്ങനെ നടന്നിട്ട് നമ്മുടെ ഹീറോസിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവർ 3 പേരും നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. ഇപ്പോ നടത്തെല്ലാം വേണ്ടിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുന്തും ഇവരെ ഫോളോ ചെയ്തിട്ട് ഇപ്പോഴും നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറയുടെ മുകളിലേക്ക് 3 പേര് ചാടി പറഞ്ഞ് കയറുന്നുണ്ട്. എന്തോന്നേ ഇതിപ്പോ നമ്മുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിന് പറക്കാനുള്ള ആ ഒരു കഴിവൊക്കെ മറന്നുപോയോ? ഈ ഒരു പരുന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ നേരെ നടന്നു വന്നിട്ട് നൈസായിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് അവിടുന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ട് യൂ ടേൺ എടുത്തിട്ട് നേരെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേര് അവിടുന്ന് നടന്നു പോയിട്ട് കാടിന്റെ വേറൊരു ഭാഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിവിടെ ടെന്റ് അടിച്ചിട്ട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ലിസയും ടൈലറും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ ഇവിടെ പരിപാടി? കാടിന്റെ ഉള്ളിൽ കയറിയിട്ട് ട്രക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ടൈലറും ലിസയും ഇപ്പോ ഇവർ ഈ ഒരു ക്യാമ്പിലേക്ക് ചേരുന്നുണ്ട്. അങ്ങനെ ഇവർ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ അങ്ങനെ രാത്രി ഇരിക്കുകയാണ്. പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ടൈലർ നമ്മുടെ ലിസേനെ കൂട്ടിയിട്ട് പോയിട്ട് രഹസ്യമായിട്ട് അവളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ജോണിന് നിന്റെ മേത്തൊരു ക്രഷ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റണം. അവനെ ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് തനിച്ച് കൂട്ടിയിട്ട് പോവാ. എന്നിട്ട് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റണം എന്ന് പറയാണ്. ലിസയും ഇപ്പൊ നേരെ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് കുറച്ചു നേരം നിന്റെ അടുത്ത് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ ചെന്ന വഴിക്ക് തന്നെ ലിസ പറയാണ്, എനിക്ക് നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ആ ഒരു രീതിയിലുള്ള ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജോണിന്റെ അടുത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണ്. ജോണിനും ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എനിക്കും നിന്നെ കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ജോൺ ആ ഒരു ടെന്റിൽ എണീക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ലോക്കായി കിടക്കാണ് നമ്മുടെ മച്ചാൻ. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോ അവന്റെ കൂട്ടുകാരെയും അങ്ങനെ തന്നെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജോൺ ആണെന്നുണ്ടെങ്കിൽ വേഗം ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ അവിടെ ഇവിടെയൊക്കെ വീണ് ഉരുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ചെക്കന്മാരുടെ അടുത്തേക്ക് എത്താണ്. ഇപ്പൊ 3 പേരും അവരവരുടെ വായ യൂസ് ചെയ്തിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറൊക്കെ അഴിച്ചെടുക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് കാര്യമാണ് അവർ അടിച്ചു മാറ്റിയിട്ട് പോയെന്നുള്ളത് അവരിപ്പോ ആ ഒരു ബാഗ് മുഴുവൻ അഴിച്ച് പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മാപ്പ് മിസ്സായിട്ടുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ആ ഒരു കോമ്പസ് മാത്രം ആരും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത് സേഫ് ആയിട്ട് ആ ഒരു ബാഗ് തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ ഒരു ടെന്റിലേക്ക് വിളിച്ച് കയറ്റിയത് നീയാണ്. അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ കയ്യിൽ ആ ഒരു കോമ്പസ് ഇല്ലേ, അത് വെച്ചിട്ട് ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാന്ന് ജോൺ ഇപ്പൊ പറയുന്നുണ്ട്. എടാ നമ്മൾ ഈ ഒരു കോമ്പസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കോമ്പസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വടക്ക് ദിശ പോലും കാണിക്കുന്നില്ല. പിന്നെ എന്തിനാ ഈ ഒരു കോമ്പസ് കൊള്ളുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എടാ ഈ ഒരു കോമ്പസ് അത് വടക്ക് ദിശ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ആ ഒരു ട്രഷർ ഇരിക്കുന്ന ഭാഗമായിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക. ഇത് കാണിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാന്ന് ജോൺ ഇപ്പൊ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും തന്നെ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലിസേനെയും ആ ഒരു ലേഡീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു മാപ്പ് നോക്കിയിട്ട് ആ ട്രഷർ എടുക്കാനായിട്ട് പോവാണ്. ലിസ ശരിക്കും നമ്മുടെ ജോണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവര് ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയ കാര്യം നമ്മുടെ ലിസയ്ക്ക് ഇപ്പൊ ഭയങ്കര മോശമായിട്ട് തോന്നുകയാണ്. ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവന് ഒരിക്കലും ചതിക്കാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര സാഡ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോസ് 3 പേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പസ് ഏത് ഭാഗത്തേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നത് ആ ഒരു ഭാഗം നോക്കിയിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് വലിയൊരു കൊക്കയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കോമ്പസ് ആ ഒരു കൊക്ക ഇരിക്കുന്ന ഭാഗത്തേക്കാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും നമ്മൾ എങ്ങനെങ്കിലും ഇത് ചുറ്റി കിടന്നിട്ട് വേണം അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജോൺ ഒരു സീനില് ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു കാറ്റത്ത് കിടന്നിട്ട് അങ്ങനെ പറന്ന് കിടന്നിട്ടുണ്ടായിരുന്നല്ലേ, അവനിപ്പോ അതേപോലത്തെ ഒരു സൂട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് പറന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവാം. അതല്ലാതെ നമ്മൾ ചുറ്റി പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തുന്നതിന് മുന്നേ ലിസയും ടൈലറും ആ ഒരു ഭാഗത്തേക്ക് അപ്പത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രഷർ കിട്ടില്ല എന്നിങ്ങനെ പറയാണ്. വേണ്ട, അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ ബാക്കിയുള്ള രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് വളരെ ശക്തമായിട്ടൊരു കാറ്റടിക്കുകയാണ്. ബെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആകാശത്തേക്ക് പൊങ്ങി പോവാണ്. ബെന്നിന്റെ സൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കയറിൽ പിടിച്ചിട്ട് താഴെ നിൽക്കുന്നുണ്ടായിരുന്ന രണ്ടുപേരും ഇങ്ങനെ ആഞ്ഞു പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവൻ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാർട്ടിനും ജോണും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ബെന്ന ആകാശത്ത് കിടന്നിട്ട് എന്നെ വിടല്ലേ എന്ന് ഉറക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടിക്കുന്ന ആ ഒരു കാറ്റില് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഈ ഒരു കയറ് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തില് വലിയൊരു കാറ്റടിച്ച സമയത്ത് ഈ ഒരു പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ബെന്നിന്റെ കൂടെ പറന്നു പോവാണ്. അങ്ങനെ 3 പേരും പറന്നു പോയിട്ട് കൊക്കേന്റെ അടിവശത്ത് നിൽക്കുന്നുണ്ടായിരുന്ന വലിയൊരു മരത്തിന്റെ മുകളിലേക്ക് പോയി വീഴാണ്. ഇപ്പോ അവിടെ കിടന്നിട്ട് ഇവർ തല്ലുകൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മരത്തിന്റെ മുകളിൽ നമ്മളിങ്ങനെ സ്റ്റക്ക് ആയിട്ട് പോകാനുള്ള കാരണം നീയാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അവിടെ കിടന്ന് കച്ചറുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ താഴെ ഉണ്ടായിരുന്ന വലിയൊരു പാറ കണ്ടിട്ട് ജോൺ ഇപ്പൊ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കോമ്പസിൽ ഒരു ഗുഹ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു പാറ കാണാനായിട്ട് അതേ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ 3 പേരും കൂടിയിട്ട് ആ ഒരു ട്രഷർ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പൊ ഇവർ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു മരത്തുനിന്ന് ഇവർ നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പാറയുടെ സെന്ററിലായിട്ട് ഒരു ചെറിയ റൗണ്ട് കാണിക്കുകയാണ്. ബെൻ മാർട്ടിന്റെ അടുത്ത് നിന്ന് ആ ഒരു കോമ്പസ് വാങ്ങിയിട്ട് ഈ ഒരു റൗണ്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പാറയിലുണ്ടായിരുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരികയാണ്. അകത്തേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഒരു വലിയ ലോക്കറിന്റെ പോലത്തെ ഒരു ഡോർ ഉണ്ട്. ഈ ഒരു ഡോർ തുറക്കാൻ പറ്റുമെന്ന് ഇവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് പല രീതികളും അവർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ഡോർ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് ആ ഒരു ട്രഷർ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവരവിടെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ജോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു പിയാനോന്റെ മുന്നിലായിരുന്നു പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ജോൺ ആ ഒരു പിയാനോ വായിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവൻ ആ ഒരു പിയാനോ വായിക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള രണ്ടുപേര് ചേർന്നിട്ട് പാടാനും തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഇവർ 3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒരു പാട്ട് അങ്ങനെ പാടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ മച്ചന്മാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവന്മാർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ട്രഷർ ഈ ഗുഹയുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കരടീനെ പോലെ ഇരിക്കുന്ന വലിയൊരു മൃഗം ഉണ്ടായിരുന്നു. ആ മൃഗമാണ് ഈ ഒരു ട്രഷറിനെ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ മൃഗത്തിനെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവർ ആ റൂമിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ആ ഒരു ഡോറ് നമ്മുടെ ജോൺ പോയി ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാന്ന് ഇപ്പൊ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർക്ക് വരുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ മൃഗത്തിനെ ഡൈവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഈ ഒരു ഡോറിന്റെ മുന്നിലായിട്ട് ഇതൊക്കെ അവരങ്ങനെ അടുക്കി വെക്കുകയാണ്. ആ ഒരു ഡോറ് ഇപ്പൊ മെല്ലെ പോയിട്ട് തുറക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ ബാക്കിൽ ഇവർ ഒളിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു മൃഗം ഈ കുക്കീസ് കഴിക്കാനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ ഇവർ 3 പേരും ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു ട്രഷറുമായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോ എല്ലാ കുക്കീസും തന്നെ ആ ഒരു മൃഗം കഴിച്ചു തീർത്തിട്ടുണ്ട്. ആരുടെ കയ്യിലാണോ ആ ഒരു ട്രഷർ ഉള്ളത് അയാളുടെ നേർക്ക് അതിപ്പോ ചാടി വീഴാണ്. ട്രഷർ ഉള്ള ആളുടെ നേരെയാണല്ലോ ആ ഒരു മൃഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ട്രഷർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറിയിട്ട് അതിനെ കൺഫ്യൂഷൻ ആക്കുകയാണ്. ഒരു ഘട്ടത്തില് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഫുഡും ആ ട്രഷർ ഉണ്ടായിരുന്ന ഗുഹേന്റെ ഉള്ളിലേക്ക് എറിഞ്ഞിടുന്നുണ്ട്. മൃഗം അത് കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ഈ ഒരു സമയത്ത് ഇവർ പോയിട്ട് ആ ഒരു ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവരിപ്പോ ആ ഒരു ട്രഷറും കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ഇത് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു ട്രഷറും കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഭയങ്കര ജോളിയായിട്ട് സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായ സമയത്ത് ഒരു ക്യാമ്പൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് കുറച്ച് ബിയറൊക്കെ അടിച്ച് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു കാട് ഇറങ്ങിയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് അവരങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ കുറെ ദൂരം നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ട്രഷർ വിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന ആ ഒരു പൈസ വെച്ചിട്ട് എന്താണ് ചെയ്യാന്നൊക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അവര്. എന്നാൽ ജോൺ ഇപ്പൊ പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ട്രഷർ കാണാനുണ്ടായിരുന്നില്ല. ഇതിപ്പോ എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവനും ഇവർ തെരഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് ട്രെയിലർ ആ ഒരു ട്രഷർ എടുത്തിട്ട് അവിടുന്ന് പോകുന്നത് ഇവർ കാണുന്നത്. അവരും പുറകെ തന്നെ ഓടി പോവുകയാണ്. കുറച്ച് ദൂരത്തിന്റെ അപ്പുറത്തായിട്ട് ലിസ ആ ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആയിട്ട് ഇവർ ടൈലറിനെ കേട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ടൈലർ ആ ഒരു ജീപ്പിന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ബെന്ന് ട്രഷർ അവളുടെ
കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് നമ്മുടെ ജോൺ എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു ട്രഷർ വീണ്ടും അവരുടെ അടുത്ത് തന്നെ എത്തിയേക്കാണ്. ഇപ്പോ ലിസ മെല്ലെ വന്നിട്ട് ജോണിന്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. നീ സംസാരിക്കില്ലേ, നിന്റെ അടുത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം വരുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോന്ന് പറയാണ്. ഈ ഒരു ഗ്യാപ്പില് ടൈലർ ഓടി വന്നിട്ട് ജോണിന്റെ തൊണ്ടയിലേക്ക് തന്നെ ഒരു കുത്തുകുത്താണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ട്രഷർ എടുത്തിട്ട് അവളിപ്പോ ഓടി പോകുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും തന്നെ ഓടിപ്പോയിട്ട് നമ്മുടെ ടൈലറിന്റെ അടുത്ത് നിന്ന് ആ ഒരു ട്രഷർ പിടിച്ചു വാങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്തേക്കും ലിസ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പയ്യന്മാർ രണ്ടുപേരും ആ ഒരു വണ്ടിയിൽ അങ്ങനെ കുടുങ്ങി പോവാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയതിനു ശേഷം ഇവരിപ്പോ ആ ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. മാറ്റി പോയിട്ട് നമ്മുടെ ടൈലറിനെ നല്ല കുത്തുകുത്താണ്. അവളും തിരിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു രണ്ട് ടീമും ഇപ്പൊ അവിടെ വെച്ചിട്ട് ഈ ഒരു ട്രഷറിന് വേണ്ടിയിട്ട് തല്ലു കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഘട്ടത്തില് നമ്മുടെ ബെന്നാണെന്നുണ്ടെങ്കിൽ ലിസയും ടൈലറും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വണ്ടിന്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ഇവൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 4 പേരും അവിടെ കിടന്നിട്ട് തല്ലു കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു നിമിഷം അവന്റെ മനസ്സിലേക്ക് ഇവിടുന്ന് ഈ ഒരു ട്രഷർ കൊണ്ടിട്ട് തന്നെ എസ്കേപ്പ് ആയാലോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അവനിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ മാർട്ടിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടാ നീ ഞങ്ങളെ വിട്ടിട്ട് പോകാനുള്ള പരിപാടിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നീ എന്തൊക്കെയാ പറയുന്നത് ബെന്നും തിരിച്ചു ചോദിക്കുകയാണ്. ഞങ്ങളെ വിട്ടിട്ട് ഈ ഒരു ട്രഷറും കൊണ്ട് ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകുന്നല്ലേ നീ ഇപ്പൊ തീരുമാനിച്ചത്, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് ജോണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഈ ഒരു 2 ലേഡീസിനെയും അവിടെ തന്നെ വിട്ടിട്ട് ഇവര് അവരുടെ ആ ഒരു വണ്ടിയായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് അവരെടുത്ത് രക്ഷപ്പെട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് വണ്ടി പെട്ടെന്ന് നിന്ന് പോവാണ്. നോക്കുമ്പോ ഫ്യൂല് മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് നടന്നു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാട്ടുകൂടെ അവർ നടന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. 3 പേർക്കും ഇപ്പൊ നല്ല രീതിയിൽ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാർട്ടിന്റെ ബാഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ബിസ്ക്കറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതെടുത്തിട്ട് അവൻ കാണിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. ഇതെങ്കിലും ഇപ്പൊ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കാണ്. ഒരു പീസ് നിനക്ക് തരാന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ഇപ്പൊ ജോണിന്റെ വായിലേക്ക് കൊടുക്കുന്നുണ്ട്. നീ ഞങ്ങളെ വിട്ടിട്ട് പോകാനല്ലേ പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ നമ്മുടെ ബെന്നിന് ഒരു പീസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ഞാനിത് തരണമെന്നുണ്ടെങ്കിൽ അത് നീ സമ്മതിക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ ബെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും എന്നൊക്കെ പറയാണ്. നീ സത്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഇനി ആരും കഴിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബിസ്ക്കറ്റ് അതിപ്പോ വലിച്ചെറിയാണ്. ഇത് കണ്ടിട്ട് ബെന്നിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ നേരെ പോയിട്ട് മാർട്ടിനുമായിട്ട് ഇപ്പൊ തല്ലു കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജോൺ വന്നിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും പിടിച്ചു വെക്കുന്നുണ്ട്. എടാ ഇങ്ങനെ കിടന്ന് തല്ലു പിടിച്ചാവല്ലേ എന്നൊക്കെ പറയാണ്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് ആരോ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇവർ തല്ലു കൊടുത്ത് നിർത്തുകയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മളല്ലാതെ വേറെ ആരൊക്കെയോ ഉണ്ട്, കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാണ്ടിരിക്കണമെന്ന് പറയാണ്. ആ ഒരു ഭാഗം മുഴുവനും ഇപ്പൊ വളരെ ശ്രദ്ധയോടെ തന്നെ ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് മെല്ലെ മെല്ലെ ഇവർ നടന്ന് മുന്നോട്ടേക്ക് പോവാണ്. ഒരു പ്രത്യേക ഭാഗത്തെത്തി കഴിഞ്ഞപ്പോ അവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് കാണുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവർ എന്തോ ഒരു വലിയ കൾട്ട് ഗ്രൂപ്പാണെന്നാണ് തോന്നുന്നത്. ഇവരെല്ലാരും തന്നെ ഒരു യൂണിഫോം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോസ് അങ്ങോട്ടേക്ക് കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരുപാട് ഷോക്കാവാണ്. ഈ കൾട്ടിന് ഒരു ലീഡർ ഉണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവൻ മാസ്കിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് പുറത്തു വെച്ചിട്ടുള്ള ഒരുപാട് സ്പീക്കറുകളിലേക്ക് കേൾക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോസ് ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഒരു ഘട്ടത്തില് മാസ്കിന്റെ ഉള്ളിലുള്ള ആ ഒരു മൈക്ക് ശരിയായിട്ട് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഡർ ആ ഒരു മാസ്ക് ഇപ്പൊ അഴിച്ചു മാറ്റാണ്. നോക്കുന്ന സമയത്ത് 12 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു നിധി അന്വേഷിച്ചിട്ട് കാട്ടിലേക്ക് വന്നിട്ടുള്ള ഡിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നല്ലേ, അവനാണ് ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ. ആക്ച്വലി ഇവൻ ആ ഒരു ഗോൾഡിന് വേണ്ടിയിട്ട് ഈ മല മുഴുവൻ തെരഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അത് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഗോൾഡ് തെരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരെല്ലാം മൈൻഡ് വാഷ് ചെയ്തിട്ട് ആ ഒരു ഗോൾഡ് ഒന്നുമില്ല, നമുക്ക് സിറ്റി വിട്ടിട്ട് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതുപോലെ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ഇട്ടിട്ട് അവർ സിറ്റിന്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് ബൾക്കായിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോന്റെ ടീമിനെ അയാൾ മൈൻഡ് വാഷ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടല്ലോ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടുന്ന പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് തീരുമാനിക്കുകയാണ്. ഇവര് ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ കൂടെ തന്നെ പോയിട്ട് നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ആൾക്കാരുടെ ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. ഇതിനു മുന്നേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ലിസൈനും ടൈലറിനെയും കൂട്ടിയിട്ട് ഒരു പെണ്ണങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട്. അവരെ കണ്ട പാടെ തന്നെ നമ്മുടെ പിള്ളേര് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഇവര് നേരെ അവരുടെ ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് വരികയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, ആ ഒരു ട്രഷർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്ത് ഞാൻ ഒളിച്ചു വെച്ചേക്കാണെന്ന് പറയാണ്. എവിടെയാണ് ഒളിച്ചു വെച്ചതെന്ന് ജോണിനോട് ഇപ്പൊ മാറ്റം ചോദിക്കുന്നുണ്ട്. ഈ ഒരു കൾട്ടിന്റെ ലീഡർ ഇരിക്കുന്ന ആ ഒരു ചെയറിന്റെ അടിയിലാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് പറയാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ മാർട്ടിനും ബെന്നും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. നിനക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിനക്ക് എന്നും ഇങ്ങനെ കുട്ടി കളിച്ച് നടന്നാൽ മതിയെന്നാണോ? ആ ഒരു ഗോൾഡ് നീ എന്തിനാണ് നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ജോൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട്. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നല്ല രീതിയിൽ ടെൻഷനായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടീസർ കണ്ടെടുത്തിട്ട് സ്വന്തം കയ്യിലേക്ക് എന്നെ ഷോക്ക് കൊടുക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇവര് 3 പേരും അങ്ങനെ കിളി പോയി നിൽക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കൾട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുത്തൻ ഉള്ളിലേക്ക് കയറി വരികയാണ്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ട്രഷർ ഞങ്ങളുടെ ഗ്യാങ് ലീഡറെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാണ്.
ഇത് കേട്ടിട്ട് 3 പേരും നല്ല രീതിയിൽ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ്, ട്രഷർ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും നശിപ്പിച്ച് കളയും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരുടെയും മൈൻഡ് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ട്രഷറിനെ തീയിലിട്ടിട്ട് നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഇപ്പൊ അവിടെ കെട്ടിത്തൂക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നശിപ്പിച്ച് കളയല്ലേ, അതിന്റെ വാല്യൂ $100 ബില്യൺ ആണ് എന്നൊക്കെ നമ്മുടെ ഹീറോസ് അവിടെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ആരും കേൾക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $100 ബില്യൺ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. $100 ബില്യൺ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ അവനിപ്പോ ആലോചിക്കുകയാണ്. ഇനിയിപ്പോ ആ ഒരു ട്രഷർ നശിപ്പിക്കേണ്ട, അത് സ്വന്താക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ ആ ഒരു ട്രഷറിനെ നേരെ തീയിലേക്ക് ഇടുകയാണ്. ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡറാണ് നമ്മുടെ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള വില്ലൻ. ഇത് കണ്ടിട്ട് നമ്മുടെ വില്ലൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ ഈ ഒരു ട്രഷർ തീയിന്റെ മുകളിലേക്ക് വീണ അതേ സമയത്ത് തന്നെ ഒരു പിങ്ക് കളറുള്ള വെളിച്ചം അവിടെ മുഴുവൻ പരക്കുകയാണ്. ജോൺ ഇപ്പോ ഇതിന്റെ പുറകിൽ നിന്നും ഓടി വരികയാണ്. ബാക്കിയുള്ള 2 പേർക്കാണെങ്കിൽ ജോൺ എന്തിനാ അവിടേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡൗട്ട് ആവുന്നുണ്ട്. അവരിപ്പോ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ജോൺ ഇപ്പോ ഇവരെ 2 പേരെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രഷർ അതെടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിന്റെ കയ്യിലേക്ക് വന്നതെന്ന് 2 പേർക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഷോക്ക് ആവാണ്. അത് പിന്നെ ചെറിയൊരു മിറർ മാജിക് വെച്ചിട്ട് ഞാൻ അവരെ എല്ലാവരും പറ്റിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ട്രഷർ അത് ഞാൻ രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാനൊരു അനാഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ്. അങ്ങനെയൊന്നും വിചാരിക്കലടാ, ഞങ്ങൾ അപ്പത്തെ ആ ഒരു ടെൻഷനിൽ പറഞ്ഞു പോയതാ, നീ ക്ഷമിക്കടാ അളിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൈക്കിളും ബെന്നും കൂടിയിട്ട് അവൻ അവിടുന്ന് കൂട്ടിട്ട് പോകാനായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എന്നാൽ ജോണ് അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവനിപ്പോ ട്രഷറുമായിട്ട് അവന്റെ ഫ്രണ്ട്സിനെ പോകാനായിട്ട് അനുവദിക്കുകയാണ്. എന്നിട്ട് ഇവൻ നേരെ നടന്നിട്ട് ആ ഒരു കൾട്ട് ഗ്രൂപ്പിലേക്ക് പോവാണ്. ജോൺ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ലിസയും ടൈലറിനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവളും ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേരുകയാണ്. മാർട്ടിനും ബെന്നും കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള ആ ഒരു ഫാമിലിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നാളായിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു ട്രഷർ വെക്കുന്നതിന് ഒരു ബയ്യർ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. മാർട്ടിനും ബെന്നും ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെന്നാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ബിയർഡൊക്കെ വെച്ചിട്ട് അവന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ട് ഇപ്പൊ കാണാനായിട്ട്. മാർട്ടിനും മുടിയെല്ലാം വളരെ നീളത്തിൽ വളർത്തിയിട്ട് ഏമിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അവൻ ഭയങ്കര ഡിഫറന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 2 പേരും ട്രഷർ വാങ്ങാൻ പോകുന്ന ബയ്യറിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് ഇപ്പോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു കാർ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാറിലുണ്ടായിരുന്ന ആൾക്കാരെ കണ്ടതും 2 പേരും നല്ല രീതിയിൽ ഞെട്ടുകയാണ്. ഒരു സീനില് വില്ലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു മാസ്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അവിടെയുള്ള എല്ലാവരും തന്നെ ഇതേപോലത്തെ മാസ്ക് ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർട്ടിനും ബെന്നിനും ഒരുപാട് ടെൻഷൻ ആവാണിപ്പോ. എന്നാൽ അവിടേക്ക് വന്നത് വേറെ ആരും അല്ലായിരുന്നു, അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ജോൺ ആയിരുന്നു അത്. ഇപ്പോ അവൻ ആ ഒരു മാസ്ക് അഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗോൾഡ് വിറ്റിലിടാന്നൊക്കെ ചോദിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഇതുവരെ വിൽക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഇത് നീയായിരുന്നോ, ഞങ്ങൾ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. ഇത്രയും നാളും തേടി നടന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ട്രഷർ വിൽക്കാനായിട്ടുള്ള ഒരു ബയ്യറെ കിട്ടുന്നത്. ഇന്നത്തെ ദിവസം രാത്രിയാണ് ഞങ്ങൾ ആ ഒരു ട്രഷർ വിൽക്കാനായിട്ട് പോകുന്നത്. നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ആ ഒരു കൾട്ട് ഗ്രൂപ്പിൽ ചേരാനായിട്ട് പാടില്ലായിരുന്നു, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. എന്നാലിപ്പോ ആ ഒരു ഗ്രൂപ്പ് വിട്ടിട്ട് എനിക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ഗ്രൂപ്പ് വിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തുന്നുണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവിടേക്ക് വന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പോവുകയാണ്. ഇത് കേട്ടിപ്പോ മാർട്ടിനും ബെന്നിനും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആദ്യം നമുക്ക് ഈ ഒരു ട്രഷർ കൊണ്ടുപോയിട്ട് വിൽക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയാണ്. അന്ന് ഈവനിങ്ങിൽ അവന്റെ അച്ഛൻ അവനൊരു ബൈക്കിന്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ ഫ്രണ്ട് അവിടെ ആപത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ സമയം കളയാനായിട്ട് അവന് മനസ്സേ വരുന്നുണ്ടായിരുന്നില്ല. അധികം നേരമൊന്നും അവൻ അവിടെ അങ്ങനെ ആലോചിച്ചിരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിരുന്ന് ആ ഒരു ബൈക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട്, അച്ഛാ ആ ഒരു ട്രഷർ വെക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോ, ഞാൻ പോയിട്ട് എന്റെ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ആ ഒരു ബൈക്ക് എടുത്തിട്ട് അവനിപ്പോ അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ മാർട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്മിയുടെ ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഭയങ്കര ശാന്തശീലനും അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ള ഒരാളായിട്ടാണ് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു സമയത്ത് ബെന്ന് അവിടെ ഉണ്ടായിരുന്ന വാതിലും ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിലേക്ക് വരികയാണ്. നമ്മുടെ ജോണെ രക്ഷിക്കാനായിട്ടാണ് പോകുന്നത്, നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെൽമെറ്റ് അവന്റെ നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ മോള് ബാത്റൂമിൽ പോയിട്ടുണ്ട്, വരുന്ന സമയത്ത് പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് അവരിപ്പോ ബെന്നിന്റെ കൂടെ പോവാണ്. ഇപ്പൊ നമ്മൾ ജോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലന്റെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഒരു മൈക്ക് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു മൈക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിസ ഇപ്പൊ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ, ഇത്രയും നാളായിട്ടും നീ എന്താ എന്നോടൊന്നും സംസാരിക്കാതെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മൈക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അതൊന്നും അറിയാണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മുതൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ വിശദീകരിച്ച് പറയാണ്. ഇവന്റെ ഫ്രണ്ട്സിന് ആ ഒരു ഗോൾഡ് കൊടുത്തു വിട്ട കാര്യമൊക്കെ അവൻ വിടിച്ച് കൂവുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ആ ഒരു മൈക്ക് കൂടെ ഈ ഒരു കൾട്ട് ടീമിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ വില്ലൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കഥയൊക്കെ കേട്ടിട്ട് വില്ലനും വില്ലന്റെ ടീമും മൊത്തത്തിൽ ഷോക്ക് ആവുകയാണ്. ജോൺ പുറത്തേക്ക് വന്നതും അവൻ അവിടെ പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രഷർ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണുള്ളത് അല്ലേ, ഇപ്പോ അവന്റെ മൊത്തം ടീമിനെയും കൂട്ടിയിട്ട്
അതുപോലെ തന്നെ ഡിസൈനെയും കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോവുകയാണ്. ഒരു സൈഡില് വില്ലനും അവന്റെ ടീമും സിറ്റി നോക്കി പോകുന്നുണ്ട്. വേറൊരു സൈഡിൽ നിന്ന് ബാർട്ടിനും ബെന്നും കൂടിയിട്ട് നമ്മുടെ ജോണിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ട്രഷർ വാങ്ങാനായിട്ട് വലിയൊരു പണക്കാരൻ നമ്മുടെ ബെന്നിന്റെ അച്ഛന്റെ കടയിലേക്ക് വരികയാണ്. വന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൽ ഡസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലേ, അവനാണ് ഈ ഒരു പണക്കാരനായിട്ട് വരുന്നത്. ഇവനിപ്പോ ബെന്നിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്ക് പൈസയൊന്നും പ്രശ്നമല്ല, ആർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. ആ ഒരു ആർട്ട് അത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോ മാർട്ടിനും ബെന്നും കൂടിയിട്ട് ജോൺ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോൺ പറയാണ് ആ ഒരു ട്രഷർ എടുക്കാൻ വേണ്ടിയിട്ട് അവര് നിന്റെ അച്ഛന്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലന്റെ ആൾക്കാർ മുഴുവനും ഈ ഒരു ഷോപ്പിനെ വളഞ്ഞിട്ടുണ്ട്. എല്ലാരും തന്നെ ഇപ്പൊ ഉള്ളിലേക്ക് ഇടിച്ചു കുത്തി കയറി പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും ഇവര് വളഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. വില്ലനിപ്പോ മെല്ലെ മുന്നോട്ടേക്ക് വന്നിട്ട് ആ ഒരു ട്രഷർ അത് എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഡസ്റ്റിൻ മുന്നോട്ടേക്ക് വന്നിട്ട് എടാ ഇതൊരു ആർട്ടാണ്, അതിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഞാനാണ് ഈ ഒരു ട്രഷർ വാങ്ങിയിട്ടുള്ളത്. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കൾട്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ആയുധം നമ്മുടെ ഡെസ്റ്റിന്റെ മുകളിലേക്ക് വലിച്ചെറിയാണ്. ഡെസ്റ്റിൻ ഇപ്പോ അവിടെ കിടന്ന് മരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജോണിനെയും ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ കാട്ടിന്റെ ഉള്ളിൽ കൂടി ഓടി വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിട്ട് വലിയൊരു മലേന്റെ മുകളിൽ എത്താണ് അവരിപ്പോ. ഇപ്പോ അവിടെ നിന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു സിറ്റി നിൽക്കുന്ന ഭാഗം കാണുന്നുണ്ട്. നമുക്കിപ്പോ പറന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പറക്കുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ അത് എടുത്തിടുകയാണ്. ഇപ്പോ ജോൺ ഒഴികെ ബാക്കി രണ്ടുപേർക്കും നല്ല പേടിയാണ് ഈ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ എടാ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇവൻ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ പോയേ പറ്റുള്ളൂ, എന്നാലേ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. ശരി നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീംസും ഇപ്പൊ അവന്റെ കൂടെ കൂടുകയാണ്. നമ്മുടെ ഹീറോസ് മൂന്നുപേരും സ്റ്റൈലായിട്ട് ആ ഒരു മലേന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അപ്പൊ അവിടേക്ക് വീശിയിട്ടുള്ള ആ ഒരു ശക്തമായ കാറ്റില് അവരിപ്പോ മുന്നോട്ടേക്ക് പറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു സിറ്റിയുടെ ഭാഗത്തേക്ക് ഇവരിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഒരു പരുന്ത് വന്നിട്ട് ഇവരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു പരുന്തും ഇപ്പൊ ഇവരുടെ കൂടെ തന്നെ അങ്ങനെ പറന്നു വരുന്നുണ്ട്. ഇത് പറക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ പരുന്ത് വച്ചാലേ നിങ്ങൾ സൂപ്പറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ പറന്നു പോകുന്നത് ആ ഒരു ടൈലർ ഉണ്ടായിരുന്നല്ലോ അവളും കാണാണ്. ഇവരിപ്പോ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ടൈലറും വരുന്നുണ്ട്. ഇപ്പോ ഇവർ ആ ഒരു ഷോപ്പിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പറന്നു വരാനൊക്കെ സുഖമായിരുന്നു, എങ്ങനെയാണ് ഇത് നിർത്തേണ്ടതെന്ന് നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് അവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവർ വന്ന സ്പീഡിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി ഉടച്ചിട്ട് അവർ മൂന്നുപേരും തന്നെ ഉള്ളിലേക്ക് തെറിച്ച് വീഴാണ്. ഈ ഒരു ക്രാഷില് മാർട്ടിന് ഭയങ്കരമായിട്ട് തന്നെ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും തന്നെ ഇപ്പൊ ഓക്കെ ആവുന്നുണ്ട്. അവരിപ്പോ വില്ലന്റെ ടീമുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ ടീമിനും വില്ലന്റെ ടീമിനും ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ വില്ലന്റെ ടീമാണ് ഇപ്പൊ ജയിക്കുന്ന ആ ഒരു കണ്ടീഷനിലുള്ളത്. ഇപ്പൊ നമ്മുടെ ബെന്നിന്റെ അച്ഛനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പേടിച്ചിട്ട് നേരെ ആ ഒരു ഓഫീസ് റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ വേറൊരു രക്ഷയില്ല, ഈ ഒരു അടിയിൽ ജയിക്കാനായിട്ട് നമ്മുടെ ചെക്കനെ പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്ന് പറയാണ്. രണ്ടുമൂന്ന് ബീറിന്റെ ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ മാർട്ടിൻ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എറിയുന്നുണ്ട്. ഇപ്പോ ഏമിക്കാണെന്നുണ്ടെങ്കിൽ മാർട്ടിൻ കഴിക്കുന്ന ആ ഒരു കാര്യമൊന്നും അറിയില്ലായിരുന്നല്ലോ. അവളിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ ബീറൊക്കെ അടിക്കോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഷോക്കായിട്ട് അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു സീനില് നമ്മുടെ മാർട്ടിനെ പറ്റിയിട്ട് നമ്മുടെ ജോൺ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരുന്നല്ലേ, ഇവൻ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ നേരെ ഒരു 100 പേര് വന്നിട്ടുണ്ടെങ്കിലും എല്ലാരെയും അടിച്ച് പരിപ്പാക്കുന്നത്. മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ അടിച്ച് ഫിറ്റ് ആയിട്ട് ഇപ്പൊ ഇറങ്ങി വരികയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇപ്പൊ ടോട്ടലായിട്ട് മാറുകയാണ്. സ്റ്റൈലായിട്ട് താഴേക്ക് നടന്നു വരുന്നുണ്ട്. ഇപ്പോ വില്ലന്റെ ആൾക്കാരെ എല്ലാരെയും അടിച്ച് പരിപ്പാക്കുകയാണ് അവൻ. ഇപ്പോ ഈ ഒരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രഷർ ഇപ്പോ വില്ലന്റെ കയ്യിലാണുള്ളത്. ഒരു വിധത്തില് അയാൾ എസ്കേപ്പ് ആയിട്ട് ഇപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഇപ്പോ എല്ലാരും തന്നെ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ വളയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ബെന്നിലെ അവന്റെ കയ്യിൽ ഒരു വിസിൽ ഉണ്ടായിരുന്നു. ആ ഒരു വിസിൽ എടുത്തിട്ട് ഇപ്പൊ ഊതാണ്. അടുത്ത സെക്കൻഡ് ആ ഒരു പരുന്ത് അവിടേക്ക് പറന്നു വന്നിട്ട് ഈ ഒരു ട്രഷർ അവിടുന്ന് തൂക്കിയെടുത്ത് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാരും നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവാണ്. ബെന്നിന്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ട്രഷറുമായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതിപ്പോ ഈ ഒരു ട്രഷർ അടിച്ചു മാറ്റിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആരെങ്കിലും വിചാരിച്ചോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ നമ്മുടെ പരുന്നാണെന്നുണ്ടെങ്കിൽ ബെന്നിനെ പ്രാങ്ക് ചെയ്തായിരുന്നു. ഇപ്പോ ഈ ഒരു ട്രഷർ നേരെ നമ്മുടെ ഹീറോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിപ്പോ നിലത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരെ നോക്കിയിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് ആ ഒരു കാട്ടിലേക്ക് തന്നെ അത് നടന്നിപ്പോ പോവാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ട്രഷർ നമ്മുടെ ഹീറോസിന്റെ കയ്യിലേക്ക് തന്നെ വന്ന് എത്താണ്. നമ്മുടെ ബെന്നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവർ ഒളിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓ നിനക്കൊന്നും പറ്റിയില്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബെന്നിനോട് ചോദിക്കുന്നുണ്ട്. ഓ നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അടിയെന്ന് കേട്ടപ്പോഴേ അട്ടത്ത് പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി മുതൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഞാൻ കേൾക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ എന്റെ സലൂൺ തുറക്കാനായിട്ട് പോവാണ്. തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ തടയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എമ്മി നമ്മുടെ മാർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഡ്രിങ്ക്സ് എല്ലാം കഴിക്കോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഞാൻ കുടിക്കും, വാളവെക്കും, തല്ലുണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്നാൽ ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് മറച്ചു വെച്ചേക്കായിരുന്നു. എടാ നീ എന്റെ അടുത്ത് നോണ മാത്രം പറയാതിരുന്നാ മതി, നീ എങ്ങനെ വേണേലും ഇരുന്നോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ലിസ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇവരുടെ ആ ഒരു പിണക്കൊക്കെ അങ്ങ് തീർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ ഈ ഒരു സിനിമ ഇവിടെ കഴിയും.
വഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് എഴുതാൻ മറക്കണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി വെച്ചേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.